മൈലാഞ്ചിന് മണവും മൈലാഞ്ചിൻ്റെ ടേസ്റ്റും ഉള്ളൊരു സാധനം. ഞാനപ്പം നേരത്തെ കണ്ട് ഓക്കാനിച്ച സാധനം എനിക്കിപ്പോൾ ഓക്കാനില്ല. സംഭവം എന്നുള്ളൊരു ജാപ്പനീസ് മാച്ച ടീ ആണ്. ഇപ്പം മറ്റേ ലോകത്തെമ്പാട് ഫുള്ള് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ മാച്ച ടീ എന്നുള്ളത്. ദേ ഇതാണ് സാധനം. ഞാനത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് എൻ്റെ ഓഫീസിലാണ്. ആദ്യം എനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷെ പിന്നീട് അതെനിക്ക് കുറച്ച് അഡിക്ഷൻ ആയിട്ട് മാറി. ഇതിപ്പോൾ ആൾക്കാർ കോഫിക്കൊക്കെ പകരം അല്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ട് ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. അധികം കഫീൻ ഇല്ല, ഇഷ്ടംപോലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് മാച്ചാ ടീക്ക് ഉണ്ട്. അപ്പോൾ പുറമേന്ന് കുടിച്ച് ഇഷ്ടമായ എനിക്ക് നമ്മളെല്ലാം ചെയ്താൽ മറ്റേ ഫുൾ സെറ്റപ്പിലാവണം എന്നാണല്ലോ. അപ്പോൾ വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മാച്ച കിറ്റ് ഓർഡർ ചെയ്തു. അപ്പം നമ്മുടെ ഇന്നത്തെ ഇതെന്നുള്ളത് മാച്ച കിറ്റ് അൺബോക്സ് ചെയ്ത് നമ്മൾ മാച്ച വീട്ടിൽ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തു. അപ്പം ദേ ഇതാണ് നമ്മുടെ മാച്ച ഒരു ഫുൾ സെറ്റ് എന്നുള്ളത്, മാച്ച ഉണ്ടാക്കാൻ. ഇത് നമുക്ക് മറ്റേ മൂടൊക്കെ സെറ്റ് ചെയ്ത് ഇത് വിരിച്ച് ഇതിലേക്ക് ഇതാണ് നമ്മുടെ മെയിൻ താരം, നമ്മുടെ വിസ്ക് ചെയ്യാനുള്ള സാധനം. ഈ വിസ്കിങ് സാധനം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ നമ്മുടെ മെയിൻ മാച്ച ഫുള്ള് വിസ്ക് ചെയ്ത് ഇതാക്കാനുള്ളൊരു ബൗള്. അതിൻ്റെ കൂട്ടത്തിൽ മാച്ച ഈ ബോക്സിന്ന് എടുത്തിടാൻ വേണ്ടിയിട്ടൊരു സാധനം. പിന്നെ ഇത് അരിച്ചിടാൻ വേണ്ടിയിട്ടൊരു അരിപ്പ. ഇതെന്തിനായിരുന്നു? ഇത് കുറച്ച് വെറുതെ ഫാൻസിക്കാ, പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഇതിങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു സാധനം മാത്രം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു മാച്ച ഉണ്ടാക്കാം. ഞാനൊരു ഹോട്ട് ടീ മാച്ചാണ് ഉണ്ടാക്കണേ. എനിക്ക് കോൾഡ് അധികം താല്പര്യമില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് അടുത്തിലേക്ക് നോക്കാം. ഫുള്ള് തുണിയും നല്ല മൂടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ള് മറ്റേ സ്പിരിച്വലായിട്ട് അങ്ങനത്തുള്ള കാം സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. റെസ്റ്റ് ചെയ്യാനുള്ള സാധനം. അതിലേക്ക് ഇത് വെച്ച് ഞാൻ റെസ്റ്റ് ചെയ്യുന്നു. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്, ബാംബൂവിൻ്റെ ഉണ്ട്. സാധാരണ എല്ലാവരും പറയുന്ന പോലെ നമുക്ക് പ്ലാസ്റ്റിക് കഴിവതും ഒഴിവാക്കുക. അപ്പം അതുകൊണ്ട് ഞങ്ങൾ മറ്റേ ബാംബൂവിൻ്റെ സാധനമാണ് ഞങ്ങളിപ്പം നോക്കി ഓർഡർ ചെയ്തത്. എന്നിട്ട് ഇതിങ്ങനെ വെക്കാനുള്ള സാധനമാണ്. നല്ല ഭംഗിയുണ്ട്. അപ്പം ഇതിൻ്റെ മെയിൻ പർപ്പസ് ഇതിലേക്ക് ഇങ്ങനെ വിസ്ക് ചെയ്യുന്നു, ഇതിങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കുന്നു. നമ്മുടെ മാച്ചയും റെഡി. അപ്പം ഇനി അടുത്ത് നമുക്ക് മാച്ച ഉണ്ടാക്കാം. അപ്പം ചായ ഫസ്റ്റ് നമ്മൾ അരിപ്പയിലേക്ക് വെക്കുന്നു. എന്ത് പച്ച കളറാക്കാണ്, ശരിക്കും മൈലാഞ്ചിയുടെ മണം. നമുക്ക് ഇത്ര ഇട്ട് നോക്കാം. എനിക്കിതിൻ്റെ കണക്കൊന്നും വലിയ പിടിയില്ല. ഇത് നല്ലോണം നമ്മൾ ഫുൾ അരിച്ചെടുത്തു. തിരിച്ചു വെച്ചു, അതാത് സാധനം വെച്ചു. ഇനി അപ്പം ഞാനിവിടെ 80 ml വെള്ളം, 80 ml പാലാണ് ഫസ്റ്റ് ട്രൈ ചെയ്യണം. കാരണം എനിക്കിതിൻ്റെ ഫുള്ള് കണക്ക് അത്രയ്ക്ക് വലിയ പിടിയില്ല. അപ്പം അതുകൊണ്ട് ചെറിയ എമൗണ്ടിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 80 ml വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഒഴിക്കട്ടെ. നമ്മുടെ ആയുധം എടുത്ത് നല്ലോണം വിസ്ക് ചെയ്യണം. മറ്റേ ഇതിങ്ങനെ വിസ്ക് ചെയ്യുമ്പോണ്ടല്ലോ, മറ്റേ ഈ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇഷ്ടംപോലെ റീൽസ് കാണും, മറ്റേ പ്രോപ്പർ ഹെയർ സ്പാ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഉള്ള സൗണ്ട്, ശരിക്കും അതുപോലത്തുള്ള സൗണ്ടാണ്. എന്നെ കൊണ്ട് പറ്റാവുന്ന അത്ര ഞാൻ ഈ സാധനം വിസ്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പത പോലെ ഏറ്റവും മേലെ ഇതിനകത്ത് കാണുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ആയുധം കൊണ്ടുള്ള പണി ഇവിടെ നിർത്തി തിരിച്ചതിലേക്ക് വെക്കുന്നു. ഇതങ്ങോട്ട് സൈഡിലേക്ക് വെക്കാം. നമ്മുടെ ഗ്ലാസ്. അപ്പം ഞാൻ നമ്മുടെ മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ള് മറ്റേ ജാപ്പനീസുകാരുടെ ഈ സാധനമൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഇത് പാൽ ആക്ച്വലി നമ്മൾ വിസ്ക് ചെയ്യണം. ഹോട്ട് ടീ ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതുപോലത്തെ ഒരു ഹാൻഡ് വിസ്കറും ഉണ്ട്. ഇതുപോലെ തിരിക്കാണ്ടിരുന്നാൽ മതി. നല്ലോണം ഇതിന് വിസ്ക് ചെയ്ത് പതപ്പിച്ചെടുക്കുക. ഫസ്റ്റ് ഇത് ഒഴിച്ചിട്ടും നിങ്ങൾക്കിത് വിസ്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വിസ്ക് ചെയ്തിട്ടും ഇത് ഒഴിക്കാം. ഇതിപ്പോൾ ചെറിയ ചൂട് ഞാൻ ഓവനിൽ വെച്ചിട്ടൊരു 10-20 സെക്കൻഡ് ഞാൻ ചൂടാക്കിയിട്ടുണ്ടാവും. ഫുള്ള് മറ്റേ പാല് തിളച്ച് വന്നിട്ടില്ല, പക്ഷെ എന്നാലും ചെറിയൊരു വാം മിൽക്കാണ്. പാല് നല്ല
പതഞ്ഞ് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ മാച്ച ഫുൾ അങ്ങോട്ട് ഒഴിച്ചു. ഇളക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ. കാണാൻ നല്ല പച്ച കളറായിട്ടുണ്ട്. ഇതിലേക്ക് വെക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മറ്റേ നാച്ചുറൽ സ്വീറ്റ്നറോ ഇല്ല ഷുഗറോ അങ്ങനത്തെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഡയറ്റ് നോക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ എല്ലാത്തിലും തേനാണ് ആഡ് ചെയ്യുന്നത്. എത്ര നാളത്തേക്കാണെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ എന്നാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വെച്ചു. അപ്പോൾ നമ്മുടെ മാച്ച ടീ ഇവിടെ റെഡിയാണ്. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആക്ച്വലി ചെറിയ കയ്പുണ്ടതിന്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൽ 2 സ്പൂണ് ഇട്ടിട്ടുണ്ടായി. അതിൻ്റെ അത്രയ്ക്കുള്ള ആവശ്യം ഉണ്ടായില്ല. ഇത് 1 സ്പൂൺ കഷ്ടി ഇട്ടാൽ മതിയായിരുന്നു. കുറച്ച് കടുപ്പം കൂടുതലാണ്, പക്ഷെ അല്ലാണ്ട് നല്ല പെർഫെക്റ്റ് മാച്ചയായിട്ട് വന്നിട്ടുണ്ട്.